കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ദൈവ വചനത്തെയും കർത്താവിനെയും സ്നേഹിക്കുന്നത് കൊണ്ട് പകൽ സമയത്തെ ബദ്ധപ്പാടുകൾക്കും തിരക്കുകൾക്കും ശേഷം കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവവചനം കേൾക്കുവാനായിട്ട് സമയം വേർതിരിച്ച് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, വന്ദനം അറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം, എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 2. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ 14 മുതൽ 26 വരെയുള്ള നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ചകൾ അതിൻ്റെ ഒരു ബേസ് നമ്മൾ പ്രധാനമായിട്ടിട്ടു. അതിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റി അവിടെ ഉണ്ടായിരിക്കും. എങ്കിലും കഴിയുന്ന ആ വിഷയം വിശദമാക്കുവാനായിട്ട് 24 മുതലുള്ള വാക്യങ്ങളിൽ ആ കാര്യം ഒന്നുകൂടെ വ്യക്തമായി പറയുവാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ്. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. Verses 24 to 26, James chapter 2 and verse 24 to 26. ദയവായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. മലയാളം വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന ആ തർജ്ജിമ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്, as we come to this most controversial verse of the, I should say, in the New Testament, when we think about justification by faith alone, when we meditate on that subject, this verse seems to be contradictory to that basic tenet of New Testament Christianity. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗം നമുക്ക് അല്പം വിശദമായിട്ട് ചിന്തിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ മുകളിലുള്ള വേദഭാഗം നമ്മൾ ചിന്തിച്ചപ്പോൾ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതെല്ലാം റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല നിർഭാഗ്യവശാൽ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നവർ കഴിഞ്ഞ ആഴ്ചയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണല്ലോ, അത് റെഫർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ യാക്കോബ്, what does James mean when he says we are not justified by faith alone? What does he really mean? This is what we are going to look into this passage. We will try to unpack that verse. നിശ്ചയമായിട്ടും ആ വാക്യം നമുക്ക് അല്പം ശ്രദ്ധയോടെ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. When we come to that verse, we must remember that throughout the preceding verses, James is talking with imaginary. He imagines, he is talking with his imaginary friends who claim to have faith. But according to James, they do not have the real, genuine faith. So he is dialoguing with his imaginary friends and he is talking back and forth. Faith, justification, works, righteousness, all these topics are discussed between his. അതുകൊണ്ട് തന്നെ
നാം ആ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ യാക്കോബ് പറയുന്നതാകുന്ന ഒരു വിഷയം അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, there are people who claim, who profess they have faith. Those kinds of people, they claim, they profess. And there are many people who profess faith, who are members of the church, who think they are members of the true church, but in fact they are not. James says, those people who claim, who profess to have faith, and in fact their faith is dead. And how do we know that? Their faith is dead because their faith do not exhibit, or it is not manifested in works. Because faith is, if there is genuine faith, യഥാർത്ഥത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ, ജെനുവിനായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിൽ, ആ വിശ്വാസം പ്രവർത്തികളിൽ തെളിയിക്കപ്പെടും. If that doesn't happen, their faith is as good as dead. Their faith is as good as the faith of demons. യാക്കോബ് പറയുന്നത് ഇതാണ്, അങ്ങനെയുള്ള വിശ്വാസം, ആ വിശ്വാസം അത് ഭൂതങ്ങൾക്കുള്ള, അല്ലെങ്കിൽ പിശാചുക്കൾ വിശ്വസിക്കുന്നു, പക്ഷെങ്കിൽ ആ വിശ്വാസം അവരെ രക്ഷിക്കുന്നില്ല. ആ വിശ്വാസമാണ് വിശ്വാസമുണ്ട് എന്ന് ക്ലെയിം ചെയ്യുകയും ജീവിതത്തിൽ അതിൻ്റെ ഫലമില്ലാതെയും ഇരിക്കുന്നവർ രക്ഷിക്കുന്ന വിശ്വാസത്തിലല്ല അവർ ആയിരിക്കുന്നത്. അതാണ് യാക്കോബ് പറയുന്നത്. ബിക്കോസ് ഇഫ് we really have faith, that faith will result, or that faith will have fruit. Faith is the root and works are the fruit of true faith. So ഇവിടെ യാക്കോബ് പറയുന്നതാകുന്ന ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. വെറും വിശ്വാസം, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. വെറും വിശ്വാസത്താലല്ല. എന്താണ് ആ വെറും വിശ്വാസം? മലയാളത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. യാക്കോബ് ഉപയോഗിക്കുന്ന ആ പദം വെറും വിശ്വാസം. ഇംഗ്ലീഷിൽ faith alone. ഈ 24-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, when we come to this 24th verse, James says, you see that a person is not justified by works. You see, that person is justified by works and not by faith alone. Faith alone. ഏത് വിശ്വാസമാണ്? ഈ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് നേരത്തെ പറഞ്ഞു. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും, the faith that a person claims to have. And verse 17, that faith is in fact dead. 17-ാമത്തെ വാക്യത്തിൽ അങ്ങനെ വിശ്വാസം പ്രവർത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജയം. A faith, James is talking about, according to James, that faith is dead. And verse 26, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. It is dead. And verse 20, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ലെസ്.
അത് നിഷ്ഫലമാണ്. എന്തുകൊണ്ടാണ് അത് നിഷ്ഫലം? നിഷ്ഫലം, യൂസ്ലെസ് ആണ്. കാരണം അത് ഈ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്ഫലമാണ്. കാരണം ഇറ്റ് ഈസ് യൂസ്ലെസ് ഫോർ ഹിം, ബിക്കോസ് ദാറ്റ് ഫെയ്ത്ത് ഡസൻറ്റ് സേവ് ഹിം. ഇറ്റ് ഡസൻറ്റ് സേവ് ഹിം. അതുകൊണ്ടാണ് അത് നിഷ്ഫലം എന്ന് പറയുന്നത്. രണ്ട്, this so-called faith doesn't do any good to others, because when this man sees, ഈ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ, when a person, he sees him hungry or without cloth, he is not moved by the plight of that person. If a person truly has the genuine faith, then is useful, profitable. അപ്പോൾ യാക്കോബ് ഇവിടെ പറയുന്നതാകുന്ന ഈ വിശ്വാസം എന്ന വാക്ക്, വെറും വിശ്വാസം എന്ന് താൻ പറയുമ്പോൾ, മുകളിൽ പറഞ്ഞതാകുന്ന പ്രവർത്തികളില്ലാത്ത, രക്ഷിക്കാത്ത, നിർജീവമാകുന്ന, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാത്ത ആ വിശ്വാസത്തെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. പൗലോസ് ഈ വിശ്വാസത്തെക്കുറിച്ച്, അതായത് യാക്കോബ് ഇപ്പോൾ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ആ 14 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് പ്രതിപാദിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചല്ല പൗലോസ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു, പ്രവർത്തികളാലല്ല എന്ന് പറയുമ്പോൾ താൻ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ആ വേദഭാഗങ്ങൾ വിശേഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം, അക്കോർഡിംഗ് ടു പോൾ, ഫെയ്ത്ത് ഈസ് എ ഡൈനമിക്, പവർഫുൾ ഫോഴ്സ് through which the believers is intimately united with Christ his Lord. പൗലോസ് വിശ്വാസമെന്ന് പറയുമ്പോൾ ആ വിശ്വാസം കർത്താവാകുന്ന ക്രിസ്തുവുമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഒന്നിച്ച് ചേർക്കുന്ന ഒരു ചലനാത്മകമാകുന്ന ശക്തിയാണ്. ഫെയ്ത്ത്, അക്കോർഡിംഗ് ടു പോൾ, ഈസ് എ ഡൈനമിക് ഫോഴ്സ്. വളരെ ചലനാത്മകമായിട്ടുള്ളതാണ്. അതാണ് പൗലോസ് വിശ്വാസമെന്ന് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു പോൾ, സിൻസ് ദാറ്റ് സേവിങ് ഫെയ്ത്ത് ഈസ് in the Lord Jesus Christ, in the Lord Jesus Christ, which means the Lord is above us, we are underneath. And when we trust Jesus as our Lord, there is a need of obedience to the Lord with whom we are united by faith. കർത്താവായ ക്രിസ്തുവിൽ വിശ്വാസത്താൽ വീണ്ടും ജനന അനുഭവത്തിൽ കൂടെ ക്രിസ്തുവുമായിട്ട് ഏകീഭവിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുമ്പോൾ, സിൻസ് Jesus is Lord, when we put our trust in the Lord, He is our Lord, and there is a natural outflow of faith, which is obedience to the Lord Jesus Christ. യേശു കർത്താവിനെയല്ലേ വിശ്വസിക്കുന്നത്? അപ്പോൾ ആ വിശ്വാസം അനുസരണം എന്ന ഫലമുളവാക്കും. പൗലോസും അത് തന്നെ പറയുന്നുണ്ട്. 1-2 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം.
റോമൻസ് 1:5. മലയാളം വേദപുസ്തകത്തിൽ എനിക്ക് തോന്നുന്നത് 1:6. ഈ വേദഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. കാരണം there is no contradiction between Paul and James, because James here in this passage is talking about the professing faith which does not save a person, which is in fact dead and useless. Whereas Paul is speaking about the faith which is a dynamic force, and when we are united with the Lord, we begin to obey him. Romans 1 chapter 1 and verse 5. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. Look at that passage. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. So when a person savingly believes in the Lord, that will result in obedience. രക്ഷയ്ക്കായിട്ടൊരു വ്യക്തി കർത്താവിൽ വിശ്വസിച്ചാൽ എന്തുണ്ടാകും? അനുസരണമുണ്ടാകും. Now, Galatians chapter 5 and verse 6. ഗലാത്യ ലേഖനം 5:6. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. Faith working through love. Faith working through love. So when a person, if he has genuine faith, he obeys the Lord not because he want to somehow, തൻ്റെ മനസാക്ഷിയിൽ കർത്താവിനെ അനുസരിക്കണം. എന്തിനാ? എങ്ങനെങ്കിലും മനസാക്ഷിയിലൊരു സുഖമില്ല, അതുകൊണ്ട് കർത്താവിനെ അനുസരിച്ചേക്കാം. മറ്റു ചിലർ ചിന്തിക്കും, നാട്ടുകാർ കണ്ടാൽ എന്നോ പറയും. ചിലരുടെ ചിന്ത എന്നറിയോ? നാട്ടിലൊരു നാടൻ ചൊല്ലുണ്ട്, നാവേഷം കെട്ടിയാൽ കുരയ്ക്കണ്ടേ. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. when you put on a mask of a dog, you are supposed to bark. Okay? I think I have done it. പലരുടെയും ചിന്ത അതാ. Why? We obey. ഇതിനകത്ത് വന്നു പോയില്ലയോ? ഒരിക്കൽ ഒരാൾ പറഞ്ഞത്, ഒരു ദൈവവൈതലായി പോയില്ലേ ഒരു പ്രത്യേക വിഷയത്തിൽ, ഒരു ദൈവവൈതൽ ആയിപ്പോയില്ലേ, അതുകൊണ്ട് പറ്റിയില്ല. അങ്ങനെയുള്ള അനുസരണത്തെക്കുറിച്ചല്ല വേദോസം പഠിപ്പിക്കുന്നത്. You want to obey God because you love him. You love him. Love. സ്നേഹത്തിൽ നിന്നുള്ള ഒബീഡിയൻസ് എപ്പോഴും അതിലേക്കാണ് നമ്മൾ വരുന്നത്. സ്നേഹത്തിൽ നിന്നുള്ള ഒബീഡിയൻസ് എപ്പോഴും ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു വ്യക്തിയെ സഹായിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു മഹാരാഷ്ട്രൻ ഫോക്ലോറിൽ ഒരു സ്റ്റോറിയുണ്ട്. അവരുടെ മറാത്ത കിങ്ങാണ് ശിവാജിക്ക് പലയിടങ്ങളിൽ വലിയ ഫോർട്ടുകളുണ്ടായിരുന്നു. റൈഗഡ് ഫോർട്ട് എന്ന് പറയുന്നൊരു ഫോർട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടത്. വലിയ പാറക്കെട്ടുകൾ. അത് നമ്മൾ ബോംബെയിൽ നിന്ന് സൗത്തിലോട്ട് ഗോവ സൈഡിലോട്ട് പോകുമ്പം, ചിപ്ലൂൺ രത്നഗിരി എന്നൊക്കെ പറയുന്ന ആ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു സ്ഥലം അത്, റൈഗഡ് ഫോർട്ട്.
ആ ഫോക്ലോറിൽ മഹാരാഷ്ട്രയിൽ അവിടെ ഒരു സ്റ്റോറിയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടെ മഹാരാഷ്ട്രൻ സിലബസിലൊക്കെ ഈ സ്റ്റോറി ഉണ്ടെന്നാണ്. മിൽക്ക് മെയ്ഡിൻ്റെ സ്റ്റോറി അല്ലേ ജിൻസു? യു ഡോണ്ട് റിമെമ്പർ? ഓക്കെ, മിൽക്ക് മെയ്ഡിൻ്റെ സ്റ്റോറിയാണ്. മിൽക്ക് മെയ്ഡ് അതായത് പാൽ വിൽപ്പനക്കാരിയാകുന്ന ഒരു സ്ത്രീയുടെ സ്റ്റോറിയാണ്. ഈ ശിവാജിക്ക് ഒരു വലിയ കോട്ടയുണ്ട്, ഈ പറഞ്ഞ റൈഗഡ് ഫോർട്ട്, അവിടുത്തെ സ്റ്റോറിയാണ്. അപ്പോൾ ഈ പാൽ വിൽപ്പനക്കാരത്തി എന്നും അവിടെ വന്ന് ഈ കോട്ടയുടെ വാതിൽ തുറക്കുമ്പോൾ വന്നിട്ട് when the fort opens, she comes in and she sells the milk and she goes back before that gate is closed. She goes back to her house in the village. That was her usual routine. But one day ഒരു ദിവസം സംഭവിച്ചൊരു കാര്യം, ഈ കോട്ടയ്ക്കകത്ത് ഏതോ ഒരു ഫെയർ ഉണ്ടായിരുന്നു, ഒരു ഫെയർ. There was a fair or something. അപ്പോൾ ഈ പാൽ വിൽപ്പനക്കാരത്തി വന്നിട്ട് ഇത് പാലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഫെയർ നോക്കിക്കൊണ്ടിരുന്നു. കോട്ട അടയ്ക്കുന്ന സമയം പോയത് അറിഞ്ഞില്ല, അതിനകത്ത് അകപ്പെട്ടു പോയി. അപ്പോൾ അവൾ അന്നേരം റിയലൈസ് ചെയ്ത സന്ധ്യയായപ്പോൾ അവിടെ ചെന്ന് പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും പ്ലീസ് ഇതൊന്ന് തുറന്നു തരണം, കാരണം എനിക്ക് ഒരു കൊച്ചു കുഞ്ഞ് വീട്ടിലുണ്ട്, ആ കുഞ്ഞിന് എനിക്ക് പാല് കൊടുക്കണം ചെന്നിട്ട്, അതുകൊണ്ട് പ്ലീസ് തുറന്നു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നോ, അത് പറ്റുകയില്ല, കാരണം രാജാവിൻ്റെ കൽപ്പനയാണ്, ഇത് ഒരിക്കൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ തുറക്കാൻ പറ്റുള്ളൂ. ഈ സ്ത്രീയെക്കുറിച്ചുള്ള സ്റ്റോറി ഇതാണ്. അവൾ ആ കോട്ടയുടെ മുകളിൽ കൂടി കയറി നടന്നിട്ട് ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് അവൾ അതിനകത്തുനിന്ന് താഴെ ഇറങ്ങി അവൾ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഇവൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാർ ഇവളെ കയ്യോടെ പിടിച്ചു. കാരണം തലേദിവസം ഇവളെ കണ്ടതാ. പിടിച്ചിട്ട് ഇവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, എങ്ങനെയാണ് നീ പുറത്തു പോയി? അവൾ പറഞ്ഞു, ഞാൻ എന്നോടത്തൂടെ. അപ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നമായി. കാരണം അതിൻ്റെ അർത്ഥം ദർ ഈസ് എ വീക്ക് പോയിൻ്റ് ഇൻ ദ ഫോർട്ട്. If there is a weak point unnoticed by the soldiers, it will be a great threat for the king and the palace. So they were so alarmed and they took the lady to the king. ശിവാജിയുടെ അടുത്ത് കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവളോട് ചോദിച്ചു, നീ ഏത് ഭാഗത്തൂടാണ് താഴെ ഇറങ്ങിയത്? അത് പറഞ്ഞ്, ഞാൻ ഇന്നടുത്ത, അത് കാണിച്ചു തരാൻ പറഞ്ഞു. അത് കാണിച്ചു തരാനായിട്ട് കൊണ്ടുപോയി. വലിയ പാറ ഇവിടെ മുകളിൽ നിൽക്കുന്ന ഈ ഫോർട്ടിൻ്റെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവൾ പറഞ്ഞു, ഇവിടെ കൂടെ ഇറങ്ങിയേ. അപ്പോൾ ശിവാജി രാജാവ് പറഞ്ഞെന്ന ആ സ്റ്റോറി, നീ ഒരു കാര്യം ചെയ്യേ, ഇതിലെ ഒന്ന് ഇറങ്ങി കാണിക്കാൻ പറഞ്ഞു. അവൾ പകൽ വെളിച്ചത്തിൽ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായേ, വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു പാറയാണ്. അവൾ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സ്റ്റോറിയിൽ അത് കെട്ടുകഥയാണെന്നൊന്നും അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ചരിത്ര സത്യം കാണുമായിരുന്നു. അതിൻ്റെ അവസാനം ഇങ്ങനെ രാജാവ് അവളെ ക്വസ്റ്റ്യൻ ചെയ്തു, എന്തായിരുന്നു ശരി? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മുലയൂട്ടുന്നൊരു കുഞ്ഞ് ഉണ്ട്, അതിനെ ഓർത്തപ്പോൾ ഞാൻ ഇറങ്ങി പോയതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി, അത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. ആ കുഞ്ഞിനോടുള്ള ആ സ്നേഹം ഇമ്പോസിബിളായിട്ടുള്ള ഒരു വലിയ ടാസ്ക് അവൾ അക്കംപ്ലിഷ് ചെയ്യുക. ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത്, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് മീൻസ് ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം. നോട്ട് ബിക്കോസ് യു വാണ്ട് ടു, നമ്മുടെ കോൺഷ്യസ് എന്നെ അക്യൂസ് ചെയ്യും, അല്ലോ ഇന്ന് ബൈബിള് വായിച്ചില്ലെങ്കിൽ, ഇന്ന് പ്രാർത്ഥിച്ചില്ല, അയ്യോ പ്രാർത്ഥിച്ചില്ലല്ലോ, ഏതാണ്ടൊരു അസുഖം. അപ്പം ആ അസുഖം ഒന്ന് തണുപ്പിക്കാം. പലർക്കും ആ അസുഖവും ഇല്ല കേട്ടോ, അത് വേറൊരു വിഷയം.
അതൊന്ന് തണുപ്പിക്കാൻ എന്നാ പ്രാർത്ഥിച്ചേക്കാം. അല്ലെങ്കിൽ എന്നും വായിക്കുന്നതാ, ഇന്ന് വായിച്ചില്ലല്ലോ, അപ്പം ഏതാണ്ടൊരു നോ. സാമിസ്റ്റ് പറയുന്നതെന്നറിയോ? നിന്റെ ന്യായപ്രമാണങ്ങളെ എൻ്റെ പ്രമോദമായിരിക്കുന്നത് കൊണ്ട് ഞാൻ അവയെ ധ്യാനിപ്പാൻ യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. I am longing for the time. Longing. See, if there is true faith, genuine faith, there will be genuine love. And that genuine love is working, and faith working through love. ഈ ഒരു കാര്യമാണ്, this is the concept that James is writing in this paragraph. Okay? So when James says that, actually James is criticizing. The summary is this. When James says, is he justified by faith alone? He means about the faith which is useless, which is dead. That kind of faith, if a person professes, കർത്താവിനെ സ്വീകരിച്ചു, വെള്ളത്തിൽ മുങ്ങി, ഓക്കെ, അത് സേവ് ചെയ്യുന്നില്ലെന്ന്, അത് ഡെഡാണെന്ന്, ആ ഫെയ്ത്ത് നീതീകരിക്കുന്നില്ലെന്ന് മനസ്സിലായോ? ജെനുവിൻ ഫെയ്ത്തിന് എതിരെ അല്ല യാക്കോബ് പറയുന്നത്. പിന്നെയോ പ്രൊഫസിങ് ഫെയ്ത്ത്, മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ വിശ്വാസം, അത് നീതീകരിക്കുന്നില്ല. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ആ നീതീകരണം എന്ന വാക്ക് ഒന്ന് വിശദീകരിക്കാനായിട്ട് പോകുകയാണ്. ഓക്കെ, സോ when we think about justification, the word justification means to be declared right. Justify, it means to declare a person right. He is declared right before God. Okay? He is declared right before God. Now, how a person is declared right before God? By faith or by works? And Apostle Paul and Apostle James both use the illustration of Abraham to prove their points. പൗലോസും യാക്കോബും രണ്ടുപേരും ദൈവം മുൻപാകെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, to be declared right before God, അത് പറയുവാനായിട്ട് പൗലോസും യാക്കോബും ഉപയോഗിക്കുന്നത് എബ്രഹാമിനെ കുറിച്ചാണ്. And when James speaks about Abraham, he refers to one particular incident in the life of Abraham, and Paul is referring to another point of life in the life of, another point of time in the life of Abraham. Paul's main point in the book of Romans is that Abraham was justified
by faith before he did anything. Before he did anything. Before he was circumcised, before he had Isaac, before he was willing to sacrifice Isaac, before all this, Abraham had faith, and his faith was credited as righteousness. Romans 4 verse 3. അപ്പോൾ പൗലോസ് റോമാലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം നീതീകരിച്ചു എന്ന് പറയുമ്പോൾ അബ്രഹാമിന് ഏതെങ്കിലും ഇസഹാക്കുണ്ടാകുന്നതിനോ അല്ലെങ്കിൽ അബ്രഹാമിൻ പരിച്ഛേദന ഏൽക്കുന്നതിനോ അതിനെല്ലാം മുൻപ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇതാണ് പൗലോസ് പറയുന്നത്. എന്നാൽ ജെയിംസ് ഈസ് എംഫസൈസിങ് altogether different aspect of justification. Both of them uses the same word. Abraham was justified. When Paul says Abraham was justified by faith, he means before anything else, before he did anything else, before he was circumcised, പരിച്ഛേദന ഏൽക്കുന്നതിനോ എല്ലാത്തിനും മുൻപേ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എന്നാൽ യാക്കോബ് അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതിനാൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അതാണ് യാക്കോബ് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമേ. പൗലോസ് പറയുമ്പോൾ സകലത്തിനു മുൻപേ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു. യാക്കോബ് പറയുമ്പോൾ അബ്രഹാം തൻ്റെ പുത്രനെ യാഗമർപ്പിച്ചപ്പോൾ അവനത് നീതിയായി കണക്കിട്ടു, അല്ലെങ്കിൽ അവൻ നീതീകരിക്കപ്പെട്ടു. ഒന്നുകൂടെ പറഞ്ഞാൽ, Paul is talking about the initial point of Abraham's life, whereas James is talking about, and he is looking back on the obedience of Abraham, which happened at least 30 years after Abraham first believed. ഈ രണ്ട് കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. പൗലോസ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, യാക്കോബ് അബ്രഹാം പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സംഭവത്തിന് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. And Paul is, whenever he speaks about justification, he is speaking about the initial justification, which is the inception of Christian faith. പൗലോസ് എപ്പോഴും നീതീകരണമെന്ന് പറയുമ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ്, that's what we read in Romans chapter 4 verses 3 to 5, Galatians chapter 2 and verse 16. ഈ വേദഭാഗങ്ങൾ, 2 വേദഭാഗങ്ങളിലും, റോമാലേഖനം 4:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്യർ 2:16, എഫേസ്യ ലേഖനം 2:8 നമ്മൾ വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. അപ്പോൾ പൗലോസ് എംഫസൈസ് ചെയ്യുന്ന ഡേഞ്ചർ, അല്ലെങ്കിൽ പോള് ഏത് ഡേഞ്ചറിനെതിരെയാണ് എഴുതുന്നത്? പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഡേഞ്ചർ, ഒരു മനുഷ്യനും തൻ്റെ പ്രവർത്തികളാൽ ദൈവസന്നിധാനത്തിൽ
നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല. കാരണം അത് ദൈവം കൃപയാൽ വിശ്വാസത്താൽ ചെയ്യുന്ന കാര്യമാണ് എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 2:8 നമ്മൾ ശ്രദ്ധിച്ചാൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, എന്നിട്ട് പറയുക, അതിനും നിങ്ങൾ കാരണമല്ല. എന്തിന്? നിങ്ങൾ വിശ്വസിച്ചു, ശരിയാ, അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവം എന്ത് ചെയ്തു? ദാനമായിട്ട് തന്നതാണ്. സോ ഗോഡ് ഈസ് ദ വൺ who is the initiator of our faith, which is absolutely, we don't deserve, we deserve nothing. ഒന്നും അതിനകത്ത് നാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ ആരെങ്കിലും, if somebody thinks that work is a means to salvation, Paul corrects that. No, that's not the way a person is justified. Works are not the means, or works are not the necessary basis or means of salvation. Paul is writing, or he is pointing to that danger. And Paul is, no, he's calling us to believe in God, not in the sense that demons believe, which James, in fact, he is quarreling with that. അപ്പോൾ പൗലോസ് പറയുന്നത്, പിശാചുക്കൾ വിശ്വസിക്കുന്ന ആ വിശ്വാസമല്ല. യാക്കോബ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നാം വിശ്വസിക്കുന്നത് രക്ഷയ്ക്കായിട്ട് യേശു കർത്താവിൻ്റെ ആ ഫിനിഷ്ഡ് വർക്കിൽ കൃപയാൽ വിശ്വസിക്കുമ്പോൾ, ബിലീവ് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബി സേവ്ഡ്. The moment you trust in the Lord Jesus Christ, you are justified before God. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് യാക്കോബ് എന്താണ് അർത്ഥമാക്കുന്നത്? പൗലോസ് പറയുന്നതാകുന്ന നീതീകരണം എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. അത് കൃപയാൽ, വിശ്വാസത്താൽ. എന്നാൽ ക്രിസ്തീയ ജീവിതത്തെ നീതീകരിക്കപ്പെടുക എന്ന വാക്കുകൊണ്ട് ദൈവവചനം അർത്ഥമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. There is another meaning to justification, both in the Old Testament and also in the New Testament, especially in the words of Jesus Christ. യേശു കർത്താവിൻ്റെ വാക്കുകളിലും പഴയ നിയമത്തിലും നീതീകരണമെന്ന ആ കാര്യം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, യാക്കോബും പൗലോസും തമ്മിൽ അവർ കോൺട്രഡിക്റ്റ് ചെയ്യുകയല്ല. പൗലോസ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുന്നു. യാക്കോബ് അബ്രഹാം ചെയ്ത ഒരു പ്രവൃത്തിയെ, പിന്നീടുള്ള വിശ്വാസത്തിൻ്റെ ഒബീഡിയൻസിനെ കുറിച്ച് പറയുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടു, അത് പ്രവൃത്തിയാലാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ വേദപുസ്തകം അർത്ഥമാക്കുന്ന ഈ ജസ്റ്റിഫിക്കേഷൻ എന്താണ്? Let us look to the word of God. Let us look into the words of our Lord Jesus Christ for this. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഒരു നിമിഷം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ദയവായിട്ട് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12 and verse 36 and 37. Matthew's Gospel, chapter 12 and verses 36 and 37. Somebody please read. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Look at that. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും
ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ കണക്ക് നിങ്ങളോട് പറയുന്നു. ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത്, നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നോക്കുക, കർത്താവ് പറയുകയാണ്, നിന്റെ വാക്കുകളാൽ നീ എന്ത് ചെയ്യപ്പെടും? നീതീകരിക്കപ്പെടും. നീതീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇത് ഇനീഷ്യൽ ഫെയ്ത്തിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ വിശ്വാസത്താൽ, കൃപയാൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ നീതീകരിക്കപ്പെടുന്നു. എന്നാൽ അങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം God will one day vindicate before everybody. ആ കാര്യത്തെ നീതീകരണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ അർത്ഥത്തിലാണ് അബ്രഹാം വെറും വിശ്വാസത്താലല്ല, പിന്നെയോ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശ്വാസം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുള്ളത് അബ്രഹാമിൻ്റെ ഒബീഡിയൻസിനാൽ തെളിയിക്കപ്പെട്ടു. ആ തെളിയിക്കപ്പെട്ട കാര്യത്തെ നോക്കിയിട്ട് യാക്കോബ് പറയുകയാണ്, വെറും അധരചർവണം കൊണ്ടല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, പിന്നെയോ അവൻ്റെ പ്രവർത്തികളാൽ ഹി പ്രൂവ്ഡ്. ലുക്ക് അറ്റ് ദാറ്റ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജെനുവിൻ ഫെയ്ത്തിൻ്റെ സവിശേഷത. ഈ ഫെയ്ത്തിനെ കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ ഒരു കാഷ്വൽ റീഡിങ്ങിൽ നമുക്ക് തോന്നും യാക്കോബ് പൗലോസിനെ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെന്ന്. അങ്ങനെയല്ല. ജെയിംസ് ഈസ് നോട്ട് referring to the initial justification, which is very clear when you read the book of Genesis, the story of Abraham in the book of Genesis. He is very clearly stated, especially in verse 21, James chapter 2 and verse 21, he very clearly stated, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. Whereas the Old Testament says, before anything happened, Abraham was justified. And that faith and justification was true. It was proven. It was proved beyond doubt when God called him to offer his son Isaac. He willingly, without raising any question, obeyed God and he was justified. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആ നീതീകരണം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് മറക്കരുത്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും എന്ന്. when you stand before the throne someday, final judgmental കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ, it will be plain and evident to all someday. But here and now we are to make sure we have the genuine faith. That is the task. മനസ്സിലാകുന്നുണ്ടോ? അന്ന് വിൻഡിക്കേറ്റ് ചെയ്യപ്പെടും. യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് വിൻഡിക്കേറ്റ് ചെയ്യപ്പെടും. അത് വളരെ ക്ലിയർ അല്ലേ? യേശു കർത്താവ് പറഞ്ഞ വാക്ക് മറക്കരുത്. അനേകർ വന്നിട്ട് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, എല്ലാം ചെയ്തു. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല. എന്നാൽ ആരും അറിയാത്ത കൃപയാൽ, വിശ്വാസത്താൽ
ആരും അറിയപ്പെടാത്ത ഒരു ജെനുവിൻ, ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. I know them and they know my voice. മനസ്സിലാകുന്നുണ്ടോ? Genuinely, if you are one among the flock of God, flock of Jesus Christ, you want to listen to the voice of the shepherd. And you know him, and the Lord knows you intimately and personally. That is the kind of relationship. If somebody do not have the confidence, if somebody is not having the assurance of faith of salvation, let me tell you, this is the day of salvation. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ആ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവത്തെ, താൻ നീതീകരിക്കപ്പെട്ട ശേഷം നടന്ന ആ കാര്യത്തെ നീതീകരണം എന്ന് പറയുന്നു. സോ ലെറ്റ് മീ കൺക്ലൂഡ്. നമ്പർ 1, works are not the basis of our justification. But works are the necessary evidence of our salvation. How will I know if my faith is genuine and real? It is simple. Is there any fruit in me? Because if there is genuine faith, there will be fruit. Abraham's faith was credited to him as righteousness at the moment he believed. And that naturally leads us to a question: how do we know Abraham's faith was real? And James tells us that Abraham was willing to sacrifice his son in obedience to God. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് അബ്രഹാം വിശ്വസിച്ചപ്പോൾ അതവന് നീതിയായി കണക്കിട്ടു, ആ വിശ്വസിച്ച നിമിഷം തന്നെ. എന്നാൽ അബ്രഹാമിൻ്റെ ആ വിശ്വാസം റിയലാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിൻ്റെ ഉത്തരം യാക്കോബ് പറയുകയാണ്. അബ്രഹാം തൻ്റെ ഏകജാതനാകുന്ന ഐസക്കിനെ ഓഫർ ചെയ്യുവാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം അനുസരിച്ചു. അതാണ് എവിഡൻസ്. അതുകൊണ്ടാണ് റോമർ 3:28 when Paul says, Romans 3:28, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. He is saying a man is justified by wholehearted trust in the grace of Jesus Christ, not from any work he can do to earn his way to God. And James will agree to that. James will agree to that. And salvation is through faith. We don't do any work. That's why James himself, യാക്കോബ് തന്നെ പറയുന്നുണ്ട്, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. In other words, Jesus has done the work. He has done all that it takes for our salvation. He has done the work. We need only to trust him. That's what James also tells us in chapter 2 and verse 1. തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. എന്നാൽ അതേസമയം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ആ വിശ്വാസം പ്രവർത്തിക്കും.
Because when Christ gives you spiritual birth, new birth, He also gives you new life. Okay? When we are born again, when new birth is freely given, we are also given a new life which will definitely bear fruit. That is but natural. അതുകൊണ്ടാണ് പത്രോസ് ആ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ലിവിങ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. ലിവിങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വിശ്വാസം. ആ ലിവിങ് ഫെയ്ത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? എനി ലിവിങ് തിങ് വിൽ ഗ്രോ. ആ പോയിന്റിൽ തന്നെ നമ്മൾ നിലനിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പലരും പ്രൊഫസ് ചെയ്യുക, ഞങ്ങൾ വിശ്വസിച്ചു, but they do not want to walk with God as a friend walk with his or her friend. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ if Abraham believed, if Abraham offered his son and he was called the friend of God because he obeyed God, will you please also read for me John's Gospel chapter 15 and verse 14. John's Gospel 15:14. നോക്കുക, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. അബ്രഹാം മാത്രമല്ല ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ, പിന്നെ ആരും കൂടാ? നമ്മളും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്നേഹിതന്മാരാണ്. See, it is a natural overflow of knowing God as Father to enjoy God as friend. So such faith results in radical obedience. If I trust my life in the hands of my God, I don't fear anything because I trust him. This is genuine faith. I trust him. If I trust him, then when he tells me something, I will obey him without raising any question whatsoever. It is but natural, അല്ലേ? ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ ഭയപ്പെടുവോ? ഭയപ്പെടത്തില്ല. അതുകൊണ്ടാണ് അബ്രഹാം ഏകജാതനാകുന്ന പുത്രനെ യാഗമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പം ഒന്നും ചിന്തിച്ചില്ല. കാരണം ദൈവത്തെ ഒബേ ചെയ്യാൻ ഭയപ്പെടുന്ന വിഷയമേ ഇല്ല. ഇഫ് ദിസ് ഈസ് ഇതല്ല ജെനുവിൻ ഫെയ്ത്ത് എങ്കിൽ വേറെ ഒന്നുമല്ല. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമെന്ന് ക്ലെയിം ചെയ്യുന്നെങ്കിൽ ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നില്ല. എന്തിനേറെ പലപ്പോഴും ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്ന കാര്യം പോട്ട്, ഗെറ്റ് റെക്കൺസൈൽ വിത്ത് യുവർ ബ്രദർ. സ്നേഹമല്ലാതെ ഒന്നും കടംപെട്ടിരിക്കരുത്. ഇതനുസരിക്കാൻ മനസ്സുണ്ടോ? That is why it takes faith. Faith എന്ന് പറഞ്ഞാൽ നമ്മളാരും ചിന്തിക്കരുത് ഇങ്ങനെ ഒരു മിൽക്കി ടൈപ്പ് ഓഫ് ഇമോഷണൽ ഉട്ടോപ്പിയയിലുള്ള ഒരു കാര്യമാണ്. നോ, it has to do with the real life. When I savingly put my trust in him, I will not fear to obey him.
ഈവൻ ഇഫ് അത് വാട്ട് എവർ ഇറ്റ് ടേക്സ്. എൻ്റെ ഈഗോയും എൻ്റെ താൻ പ്രമാണിത്വം ഒന്നും അവിടെ വിഷയമല്ല. പലരും ചിന്തിക്കുന്നത് ഞാൻ പോയി സോറി പറയണമെന്നോ, ഞാനല്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെങ്കിൽ അല്ല, ഞാനെന്തിനാ പറയുന്നേ ഇല്ലേ? ചില പേരൻസ് അങ്ങനെ ചിന്തിക്കുന്നത്, ഞാനെന്തിനാ എൻ്റെ കുഞ്ഞുങ്ങളോട് സോറി. എടാ, കുഞ്ഞുങ്ങളോടും സോറി പറയേണ്ടി വന്നാൽ പറയണം ഇല്ലേ? If there is a real, we can all make mistakes. We can all make mistakes. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. If it is true faith, real faith, I don't fear to obey God. That is what James says. He was justified, not faith alone, but by works. I think അല്പമെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നെന്ന എൻ്റെ ചിന്ത. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ അടുത്ത ഫോളോവിങ് വേഴ്സസ് കാണും. അത് വളരെ സന്തോഷകരമാകുന്നൊരു കാര്യമാണ്. രേഹബിനെ കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത്. സോ ദിസ് ഈസ് ഫെയ്ത്ത്. This is the way faith changes. It results in radical obedience. It doesn't raise question. അത് ഇസ്ഹാക്കിനെ അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. കർത്താവ് പറഞ്ഞല്ലേ, ഐ ട്രസ്റ്റ് ഹിം. നോക്കിയേ, വർഷങ്ങൾ കൊണ്ട് ആ ഫെയ്ത്ത് മെച്യൂരിറ്റിയിലേക്ക് വരികയാണ് അബ്രഹാമിൻ്റെ. അതുപോലെ തന്നെയാണ് ദൈവമക്കൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനു വേണ്ടി ഒന്ന് താല്പര്യപ്പെടാം. റിയൽ ഫെയ്ത്ത്, അതിൻ്റെ ഫ്രൂട്ട് നമ്മിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് വിനയത്തോടെ ദൈവപാദപീഠത്തിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ആ വലിയ പ്രവൃത്തി നമ്മിൽ ചെയ്യട്ടെ, കർത്താവിൻ്റെ പ്രവൃത്തി നമ്മിൽ ചെയ്യട്ടെ. ദൈവത്തെ ആഴമായിട്ട് വിശ്വസിച്ച് ഒബേ ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ സുവിശേഷം എത്രയധികമായിട്ട് വ്യാപിക്കുമെന്നറിയാമോ? കർത്താവിൻ്റെ രാജ്യം വരണമേ എന്നുള്ളത് വെറും പ്രാർത്ഥനയാകുകയല്ല, അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ചെറിയ സർക്കിളിൽ അത് തുടങ്ങട്ടെ. ദൈവം ആ പ്രവൃത്തിക്ക് വേണ്ടി നമ്മിൽ വ്യാപരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആ സകല സത്യത്തിലേക്കും നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായിട്ട് വിനയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിക്കാം.